നമസ്കാരം, അമൃതാണ്. അപ്പോൾ ആപ്പിൾ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇയർപോഡ് വാങ്ങി. പക്ഷേ ഇതിലൊരു ചെറിയ ഉടായ്പുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് വയർലെസ് ചാർജിങ് ഉണ്ടെന്നുള്ള നിലയിലാണ് ഇതിൻ്റെ ടൈറ്റിലൊക്കെ എഴുതിയിരുന്നത് ഫ്ലിപ്കാർട്ടിൽ. പക്ഷേ ഇത് ശരിക്കും വയർലെസ് ചാർജിങ് ഉള്ള ഇയർപോഡല്ല. സെക്കൻഡ് ജനറേഷൻ തന്നെയാണ്. H1 ചിപ്പൊക്കെ ഉള്ള ലേറ്റസ്റ്റ് ആണ്. കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഇയർപോഡാണ്. എങ്കിലും മാഗ്നറ്റിക് ചാർജിങ് ഇല്ല. ഇപ്പോൾ ഈ മാഗ്നറ്റിക് ചാർജിങ് ഉള്ളതിൽ ഇവിടെ ഒരു ചെറിയ ഇൻഡിക്കേഷൻ ലൈറ്റ് ഇവിടെയാണ്. അപ്പോൾ ഇതിലങ്ങനെ ഇല്ല. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് അത്രത്തോളം ശ്രദ്ധിച്ചില്ല. എന്തായാലും വയർലെസ് ചാർജിങ് ഉള്ളത് 8000 റേഞ്ചിൽ എന്തായാലും കിട്ടത്തില്ല. അതിനെനിക്ക് തോന്നുന്നു ഒരു 12 ബഡ്ജറ്റൊക്കെ എന്തായാലും ആവും. ഇത് ശരിക്കും വാങ്ങിച്ച് അൺബോക്സ് ഒക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ അൺബോക്സ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അവർ കൊണ്ടുവന്ന് അവർ തന്നെ പൊളിച്ചടുക്കി എല്ലാം കൂടെ ഈ കഷ്ണമാക്കി തന്നു. അപ്പോൾ ഇതിലൊരു ഉടായ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറൻറ്റി വോയിഡ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റിക്കർ ഇത് ഫ്ലിപ്കാർട്ട് ഒട്ടിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വാറൻറ്റി വോയിഡ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആപ്പിളിൻ്റെ ലോഗോയും ഡീറ്റെയിൽസും ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ ഈ ഓപ്പൺ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത പോളിസിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടി. ഞാനിത് തിരിച്ചു കൊടുക്കാൻ നോക്കിയായിരുന്നു. കാരണം എനിക്ക് ആ മാഗ്നറ്റിക് ചാർജിങ് കൂടെ ഉള്ള ടൈപ്പ് ഒന്ന് വാങ്ങണമെന്നുള്ളതുകൊണ്ട് ഒരു ബുക്കും പേപ്പറും പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇതുവരെ വായിച്ചില്ല. അത് ആപ്പിളിൽ പ്രത്യേകിച്ച് അങ്ങനെ വായിക്കേണ്ട കാര്യമില്ല. കുറച്ച് യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് പഠിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒന്ന്, ഇത് വളരെ കുഞ്ഞാണ്. പിന്നെ ഒരു തവണ എൻ്റെ തറ വീണപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് നമ്മുടെ സ്പീക്കറിൻ്റെ കവറാണ്. അപ്പോൾ സ്പീക്കറിൻ്റെ കവർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലൊരു ഹുക്കും ഒരു കാരാബാനറൊക്കെ ഉണ്ട്. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ്നിങ് കേബിളും ഉണ്ട്. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടമുണ്ട്. ആദ്യമായിട്ടൊരു ആപ്പിൾ പ്രോഡക്റ്റ് പുതിയത് വാങ്ങിച്ച് അൺബോക്സ് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അപ്പോൾ ഇതാണ് സാധനം. ഇതിപ്പോൾ ഞാനിതിനകത്ത് ഫിക്സ് ചെയ്തങ്ങ് വെച്ചിരിക്കാൻ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. കാരണം ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഒക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ എന്തായാലും അത് അടിപൊളി തന്നെയാണ്. കാരണം ഈ ഒരു എക്കോസിസ്റ്റത്തിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫോൺ പോക്കറ്റിൽ ഇട്ടിരുന്നാൽ മതി. ഈ ഒരു സാധനം എടുത്ത് ചെവിയിൽ വെച്ചിട്ട്, അതായത് ഇന്നിയർ അല്ല, ഇത് നമുക്കിങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. അതായത് എക്സ്റ്റേണൽ സൗണ്ട്സ് എല്ലാം നമുക്കിത് വെച്ചാലും കേൾക്കാം. എന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് പുറമേയുള്ള സൗണ്ട്സൊക്കെ കേട്ടാൽ പോലും ഇത് ചെവിക്കകത്തോട്ട് തരുന്ന ഒരു സൗണ്ടിങ് ഉണ്ട്. അത് അവരുടെ സ്പേഷ്യൽ ഓഡിയോ എന്തോ അവരുടേതായിട്ടുള്ള കുറേ സിഗ്നേച്ചർ പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. അത് ഭയങ്കര സൂതിങ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ഹൈ ഗ്രേഡ് ഹെഡ്ഫോൺസ് യൂസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കിത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇത്തരത്തിലൊരു സ്പെഷ്യൽ സൗണ്ട് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അതായത് ഈച്ച് ആൻഡ് എവറി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ആ ഒരു വ്യത്യാസം അറിയാം. മോർ ദാൻ സൗണ്ടിൻ്റെ ആ ഒരു എഫക്റ്റും ഒരു പാട്ടിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഇതെല്ലാം അതിനകത്തുണ്ട്. ആ മ്യൂസിക്കൽ സെപ്പറേഷൻ എല്ലാം അറിയാം. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരുപക്ഷെ ആ സിലിക്കൺ ഇന്നിയറിൽ പോകാത്തതുകൊണ്ടായിരിക്കാം ഒരു പ്രത്യേക ഒരു കംഫർട്ടാണ്. അതായത് നമുക്കിങ്ങനെ ഒരു സാധനം ചെവിയിലിരിക്കുന്നതായിട്ട് തോന്നത്തില്ല. വളരെ വെയ്റ്റ്ലെസ് ആണ്. പിന്നെ സൗണ്ട് ക്വാളിറ്റി, നമ്മുടെ ഓഡിയോ ക്വാളിറ്റി, നമ്മൾ മൈക്കിൽ സംസാരിക്കുന്നതാണെങ്കിലും പിന്നെ ലേറ്റൻസി ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് പലരും ഇതിങ്ങനെ വെയർ ചെയ്തുകൊണ്ട് നടക്കുന്നത് കാണാറുണ്ട്. എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. എങ്കിലും ഇത് കയ്യിൽ വെച്ചിരുന്നിട്ട് ഒരു കോൾ വരുന്ന സമയത്തായിരുന്നാലും കോള് മനസ്സിലാക്കിയിട്ട് നമുക്കിത് ഈ സാധനം എടുത്ത് ചെവി വെച്ച് സംസാരിക്കാം. അപ്പോൾ അത് ആപ്പിൾ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഇതിപ്പോൾ ആൻഡ്രോയിഡിൽ സാംസങ് വാച്ചിൽ ഞാനിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത്തരത്തിലൊരു പെർഫെക്റ്റ് കണക്ടിവിറ്റി, അത് പിന്നെ ആപ്പിളിൻ്റെ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു തരത്തിലുള്ള ഹാങ്ങിങ് ഇഷ്യൂസ് അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസും ഇല്ല. അപ്പോൾ അവിടെയാണ് ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ ആ എക്കോസിസ്റ്റത്തിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് ഇറങ്ങിപ്പോകാൻ വലിയ പാട് തന്നെയാണ്. ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. എന്തായാലും ഇനി കുറച്ച് ദിവസം കൊണ്ട് ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ജെന്യൂൻ യൂസർ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഇതുവരെ എനിക്ക് ബാറ്ററി ബാക്കപ്പ് ഒക്കെ ബെറ്റർ ആയിട്ട് തോന്നി. 5 hours ഈ കുറ്റിയിലുള്ള ബാറ്ററി ബാക്കപ്പ്. കാരണം അതിനുള്ള ബാറ്ററി ഇതിനകത്തുള്ളൂ. പിന്നെ ഓവറോൾ എനിക്ക് തോന്നുന്നു 15 hours കണ്ടുണ്ട് ടോട്ടൽ. എൻ്റെ യൂസേജ് അനുസരിച്ച് ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ഫോർ മീ. അപ്പോൾ അതൊക്കെയാണ് ആപ്പിൾ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഉടായ്പ്, ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്താൽ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് പുതിയ പോളിസി. എന്തായാലും ഒരൊന്നൊന്നര പോളിസി ആയിപ്പോയി. അതിൽ ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ മാഗ്നറ്റിക് ചാർജിങ് ഉള്ളത് തന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാനത് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവർ തിരിച്ചെടുക്കത്തില്ല. പക്ഷേ ഇത് ആപ്പിളിൻ്റെ പാക്കിംഗ് അല്ല, ആപ്പിളിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ല ഈ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം. വാട്ട് എവർ, എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ഷെയർ ചെയ്യാം.
അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇയർപോഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇതായാലും 1 മാസം യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ക്ലിക്ക് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കാം. വെറുതെ ഇരിക്കുകയെന്ന് ഞാൻ കയ്യിൽ ഇങ്ങനെ അടിച്ചടിച്ചിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കവർ ഇട്ടത്. കാരണം കവർ ഇട്ടിരുന്നാൽ പിന്നെ തറയിൽ വീണ പ്രശ്നമില്ല. പിന്നെ കുറച്ചും കൂടെ പിടിക്കാനുള്ളൊരിതുണ്ട്. മറ്റത് വളരെ കുഞ്ഞായിപ്പോയി. കൈക്കകത്തുനിന്ന് ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകുമെന്നൊക്കെ തോന്നിപ്പോവും. പോകത്തില്ല, വളരെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കവർ ഇട്ടത്. എന്തായാലും എനിക്കിതാണ് മോർ കംഫർട്ടബിൾ. അപ്പോൾ എന്തായാലും ഇത് സ്പീക്കറിൻ്റെ കവറാണ്. ഇതിനൊരു 800 സംതിങ് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഒരു സ്പീക്കർ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആപ്പിളിൻ്റെ ആ ഒരു കുഞ്ഞ് സാധനം ആകുമ്പോഴത്തേക്ക് ഭയങ്കര സ്ലിപ്പറിയാണ്. തറയിൽ 1-2 തവണ വീണു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കവർ വാങ്ങിച്ചിട്ടത്. അപ്പോൾ ഈ അടുത്ത് വാങ്ങിച്ച 1-2 പ്രോഡക്ട്സിൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.